ഞങ്ങളിപ്പോൾ പോകുന്നത് കണ്ണൻ്റെ മുടി മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവളുണ്ടായതിന് ശേഷം ഒരു വട്ടം മാത്രം ഞാൻ അവളുടെ മുടി മൊട്ടയടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ മുടി മുറിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ കുറച്ച് കൂടുതൽ മുടിയുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, അവൾ കുഞ്ഞല്ലേ, ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ മുടി വളർത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു അതൊന്ന് മുറിച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ പൊന്നു വരുന്നില്ല, അവൾ മേമേൻ്റെ അടുത്ത് നിന്നോളാന്ന് പറഞ്ഞു. അപ്പം ഞാനും സജീവേട്ടനും കണ്ണനും കൂടിയാണ് കേട്ടോ പോകുന്നത്. ആദ്യം ബ്യൂട്ടി പാർലറിൽ പോയി. അപ്പോൾ അവർ മുടിയിൽ എണ്ണയാണ്, അങ്ങനെ വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ എന്തായാലും വെട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നതാണ്. അതുകൊണ്ട് ഇവിടെ കയറിയപ്പോൾ ഇവിടുന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുടി വെട്ടിക്കാൻ ഇരുത്തി കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, എൻ്റെ മടിയിലൊക്കെ ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമേ ഉണ്ടായിരുന്നില്ല. വലിയ കുഴപ്പമൊന്നുമല്ല, ആൾ പ്രശ്നമാക്കിയതേ ഇല്ല. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ചെറിയൊരു നാണവും കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അനങ്ങാതെ നിന്ന് കൊടുത്തു കേട്ടോ. ഓരോ കാര്യം പറയുമ്പോൾ അവൾ അതുപോലെ അനുസരിച്ച് അനങ്ങാതെ ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എൻ്റെ മടിയിലൊക്കെ ഇരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ കണ്ടപ്പോൾ. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒരു ആൺകുട്ടീനെ പോലെ തോന്നിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കുറച്ച് മുടിയിൽ കണ്ടിട്ട് പെട്ടെന്ന് അതില്ലാണ്ടാവുമ്പോൾ എന്തോ ഒരു ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ കുറച്ച് വിഷമമായിട്ടാണ്. കാരണം ഇത്രയും നാൾ മുടിയൊക്കെ ഉണ്ടായാൽ അതൊക്കെ കെട്ടിക്കൊടുക്കായിരുന്നല്ലോ. ഇപ്പോൾ ഇനി മുടി കെട്ടിക്കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അവിടുന്ന് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയിട്ടാണ്. അപ്പോൾ കണ്ണനാണെങ്കിൽ അവിടെയുള്ള എല്ലാ സാധനവും എടുത്ത് ഈ കൊട്ടയിലോട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വേണ്ടാത്തതായിട്ട് അവിടെ ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ വാങ്ങിച്ച് ഈ കൊട്ടയിലിട്ടു. സജീവേട്ടൻ അതൊക്കെ എടുത്ത് തിരിച്ചങ്ങോട്ടും വെച്ചു. എന്നാ വേണ്ടേ? അതെന്നാ സാധനം? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചതിന് ശേഷം എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണന് അവിടെ നിന്ന് തന്നെ കഴിക്കാനൊന്നും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ണൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാൻറ്റോ 3/4 വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ന്യൂ സ്റ്റൈലിൽ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇവിടത്തേക്കാണ് ഓടി വരിക. അങ്ങനെ അവിടെ വന്നിട്ട് കുറച്ച് ഡെയിലി വെയർ ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഭംഗിയുള്ള ഒരു കുട കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, 250 രൂപയ്ക്ക് ഒരു കുടയും കൂടെ വാങ്ങിച്ചു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.